എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ രാവിലെ എന്താണ് ഇഡ്ഡലി സാമ്പാറും, ഇഡ്ഡലി അല്ലല്ല ദോശ സാമ്പാർ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അപ്പോൾ ചേട്ടൻ പറയണ ഇഡ്ഡലി സാമ്പാറും വേണ്ട, ഇനി ദോശ സാമ്പാറും പിന്നെ ഇഡ്ഡലിയും ചട്നി ആക്കാം, അങ്ങനെ ആക്കാമെന്ന് പറഞ്ഞ്. എന്നാൽ പിന്നെ ഇനി തുടങ്ങി അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് സാമ്പാറും ദോശയുമാണ് കേട്ടോ. അപ്പോൾ സാമ്പാറിന് ഞാൻ അധികം കഷ്ണമൊന്നും ചേർക്കണമൊന്നുമില്ല കേട്ടോ. നമ്മുടെ കയ്യിലുള്ളതൊക്കെ ചേർക്കുള്ളൂ. അല്ലാതെ ഞാൻ കുറേ പച്ചക്കറി വാങ്ങിച്ചു വെച്ചിട്ട് നമ്മൾ ഒരുപാടൊന്നും വെച്ച് അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ. നമുക്കൊരു അത്യാവശ്യത്തിനൊക്കെ പോരെ അല്ലേ. അപ്പോൾ ഇന്ന് സവാള ഇടണ്ട്, മത്തങ്ങ ഇടണ്ട്, പിന്നെ വെണ്ടക്ക, തക്കാളി, പിന്നെന്താണ് നമ്മുടെ ക്യാരറ്റ് ഒരു പകുതി ഇടുള്ളൂ കേട്ടോ. അതൊരു വലിയ കാട്ടൻ ക്യാരറ്റായിരുന്നു, അപ്പോൾ അത് പകുതി ഇടണുള്ളൂ. സവാള ഒത്തിരി കേടായിട്ടുണ്ട്, ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഒരു ദിവസം ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെച്ചേച്ചി, അതായത് പച്ചക്കറിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇടാൻ നേരമില്ലാതെ ഒക്കെ കൂട്ടി എടുത്ത് അങ്ങോട്ട് ഫ്രിഡ്ജിലോട്ട് ഇട്ട് വെച്ചതാണ് കേട്ടോ. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എടുത്ത് പിന്നെ പുറത്ത് വെച്ചപ്പം സംഭവം അതൊരു വശത്ത് ചീഞ്ഞു. ഒരെണ്ണം ഉണ്ടായുള്ളൂ കേട്ടോ. അങ്ങനെ എന്നാലും കളയാനായിട്ടൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. എല്ലാവരും പറയും അങ്ങനത്തെ സവാള ഒന്നും അരിഞ്ഞ് ഉപയോഗിക്കരുതെന്ന് പറയും. പക്ഷെ നമ്മൾ ഈ തീ വിലയൊക്കെ കൊടുത്ത് വാങ്ങിക്കുന്ന സാധനം ആയതുകൊണ്ടിട്ട് എനിക്ക് കളയാനായിട്ടൊരു ബുദ്ധിമുട്ട് വന്നു. നമുക്ക് ഉപയോഗിക്കാം, അതൊന്ന് അരിഞ്ഞ് കഴിഞ്ഞിട്ടൊരു ബാക്കി ഭാഗമൊക്കെ ഉപയോഗിക്കണേൽ ഇപ്പം വലിയ തെറ്റൊന്നും ഇല്ലെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമ്മളിന്ന് ദോശ ഉണ്ടാക്കണത്, ദോശ നമ്മൾ എണ്ണ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കണത്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ വേറെ വെളിച്ചെണ്ണയൊക്കെ ചേർക്കണതിനേക്കാളൊക്കെ ടേസ്റ്റ് എണ്ണ ഇങ്ങനെ തേച്ചിട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഈ കടയിലൊക്കെ വന്നെ തട്ടുകടയിൽ നിന്നൊക്കെ വന്നൊരു മണം വരും കേട്ടോ. നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ അടിപൊളി വാസനയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഈ സാമ്പാറും ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ അടുക്കളയുടെ പരിസരത്തൊക്കെ ഒരു പ്രത്യേക തരം മണമായിരിക്കും. അത് കേൾക്കുമ്പോൾ തന്നെ നല്ല വിശപ്പ് വന്നു കേട്ടോ. കൊതിപ്പിച്ചേക്കാം, എല്ലാവരും കൊതിക്കട്ടെ അല്ലേ. അയ്യോ അങ്ങനെയൊന്നുമല്ല കേട്ടോ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാലേ, അതൊരു പ്രത്യേകത തന്നെയല്ലേ. നമ്മൾ വേറെ എന്ത് പലഹാരം ഉണ്ടാക്കണതിനേക്കാളും ടേസ്റ്റി നമ്മുടെ ദോശയൊക്കെ തന്നെയാണ് അല്ലേ. എന്നാൽ ഇവിടെ പിന്നെ സ്ഥിരം ഇടക്കിടക്ക് ദോശയായിരിക്കുള്ളൂ. പുത്രന് ദോശ ആയതുകൊണ്ടിട്ട് നമ്മൾ ഡെയിലി മാവ് അരച്ച് വെച്ചേക്കും. അതില്ലാത്ത ദിവസം നമ്മൾ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെറുതെ പച്ച മറ്റേ എന്താണ് ഇടിയപ്പത്തിൻ്റെ പൊടി മേടിക്കുമല്ലോ, ആ പൊടി എടുത്തിട്ട് വെറുതെ ഉപ്പിട്ട് നല്ല ലൂസായിട്ട് അങ്ങോട്ട് വെള്ളം കലക്കും. എന്നിട്ട് അതെടുത്ത് വെറുതെ ഒഴിച്ചിട്ട് നീർദോശ പോലെ ഉണ്ടാക്കാറാണ് കേട്ടോ പതിവ്. എന്നിട്ട് വല്ല കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് അങ്ങോട്ട് കൊടുക്കും. അപ്പോൾ നമ്മുടെ ചട്ടിയല്ല, ഈ ദോശപ്പാൻ ഏകദേശമൊക്കെ ഒന്ന് കാലാവധിയൊക്കെ കഴിഞ്ഞ് ഇരിക്കണേണ്. അപ്പോൾ ഇപ്പോൾ പിടിച്ചാൽ കിട്ടൂല. ആദ്യത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെയാണ്. അത് കഴിഞ്ഞ് നമ്മളൊന്ന് എണ്ണയൊക്കെ നന്നായിട്ട് തൂവിയിട്ട് രണ്ടാമതൊക്കെ ഒന്ന് പിടിക്കുമ്പോഴേക്കൊക്കെ സാധാരണ പോലെ ഓക്കെ ആവും. അപ്പം ഇത് അതിൻ്റെ കാലാവധി കഴിഞ്ഞു എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പരിപ്പും പിന്നെന്താണ് മത്തങ്ങയൊക്കെ കൂടി വേവിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാരറ്റൊക്കെ കൂടി വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതൊന്ന് വെളിച്ചെണ്ണയിൽ വാട്ടിയിട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് സാമ്പാറിന് കൂടുതൽ ടേസ്റ്റ് കിട്ടണത് കേട്ടോ. നമ്മൾ ഈ വെളിച്ചെണ്ണയിൽ തക്കാളി, വെണ്ടക്ക, അതായത് ഈ പെട്ടെന്ന് തളർന്നു പോണ പച്ചക്കറികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ വെളിച്ചെണ്ണയിൽ വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതൊരു സ്വല്പം ഉപ്പും കൂടി ചേർക്കണം. നമ്മൾ കടുക് താളിക്കുമ്പോഴാണ് ഇത് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് സാമ്പാർ പൊടി മാത്രം ഇടുള്ളൂ കേട്ടോ. നമ്മൾ വേറെ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒന്നും ഇടണില്ല. അത്ര അലങ്കാരം വേണ്ട. സാമ്പാർ പൊടി ഉണ്ടെങ്കിലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ഇത്തിരി കൂടുതലിടും എന്ന് മാത്രമേ ഉള്ളൂ. അതായത് കൂടുതലിടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കറിയുടെ അളവ് നോക്കിയിട്ട് അതിനാവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതേ ഇങ്ങനെ വഴറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത്തിരി വെള്ളം ഒഴിച്ച് ഒന്നും കൂടി തിളപ്പിക്കും. വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് വരുമ്പോഴേക്കും നമ്മൾ നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ്, അങ്ങനത്തെ സാധന ജംഗമ വസ്തുക്കളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കേണ്ട നമ്മൾ ചെയ്യണത്.
എന്നിട്ട് അതൊന്ന് അതിൻ്റെ ഇടയ്ക്ക് ഒരു കായപ്പൊടി ഇടും കേട്ടോ. കായപ്പൊടി ഇട്ടാലേ ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. നമ്മൾ എത്ര എത്ര സാമ്പാർ പൊടി ഇട്ടെന്ന് പറഞ്ഞാലും ആ കായത്തിൻ്റെ ആ രുചി എന്നാലേ സാമ്പാറിനൊരു പ്രത്യേക ടേസ്റ്റ് ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് കായം പൗഡർ ചേർക്കും. പച്ചക്കായം മേടിച്ചിടാറില്ല കേട്ടോ. അത് പിന്നെ ഈ വെളിച്ചെണ്ണയിലിട്ട് മൊരിയിച്ചിട്ട് പിന്നെ പൊടിച്ചെടുക്കൽ വലിയ റിസ്ക് ഉള്ള പണിയായതുകൊണ്ട് നമ്മളെപ്പോഴും കായം പൗഡറായിട്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അത് അങ്ങോട്ട് ഇടുകയാണ് ചെയ്യണേ. ഇനി ഇത്തിരി മല്ലിയില അങ്ങോട്ട് തൂവി കൊടുക്കും. അതവിടെ ഇരുന്നോട്ടെ. അതവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് എല്ലായിടത്തോട്ടും മാറ്റി വെക്കാം. എന്നിട്ട് പിന്നെ എൻ്റെ ദോശ ഉണ്ടാക്കൽ തുടങ്ങണം. തിളച്ചിട്ടുണ്ട്, തിളയൊക്കെ വന്നിട്ടാണ് കേട്ടോ നമ്മളിതൊക്കെ ഇട്ടത്. എന്നിട്ട് വീണ്ടും ദോശ ഉണ്ടാക്കി നിന്ന് 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 വശക്കേടാവും. ഇപ്പം ഞാനപ്പോൾ കസേര ഇട്ട് അങ്ങോട്ട് ഇരിക്കും കേട്ടോ. അങ്ങനെയാണ് ചെയ്യണത്. എന്നിട്ട് നമ്മൾക്ക് ഇപ്പം ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ. നമ്മൾ ഈ പാചകം ചെയ്യുമ്പോഴേ ഒരു ഫോണിൽ നമ്മൾ നമ്മുടെ ഒരു ഇയർഫോണൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കഥകൾ കേട്ടുകൊണ്ട് നിൽക്കുകയാണെങ്കിലില്ലേ നമുക്ക് ബോറടിയായിട്ട് തോന്നില്ല പാചകം അത്രയും. കാരണം ഞാൻ എൻ്റെ ഒരു പരീക്ഷണാർത്ഥം ഞാൻ ചെയ്തു തുടങ്ങിയതാണ് കേട്ടോ. അത് ഞാൻ പറഞ്ഞായിരുന്നല്ലേ ഇങ്ങനെ നമ്മൾ ഓരോന്ന് ചിന്തിച്ച് ആവാതിരിക്കാൻ വേണ്ടി കൊണ്ട് നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് ഇപ്പം. ഇങ്ങനെ എന്തെങ്കിലും പാട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കഥകളോ ഒക്കെ കേട്ടുകൊണ്ടിരുന്ന് ചെയ്യുമ്പോൾ നമ്മുടെ ജോലി പെട്ടെന്ന് കഴിയുകയും ചെയ്യും. നമുക്ക് പാചകം അല്ലെങ്കിൽ അടുക്കളപ്പണി അത്ര ബോറായിട്ട് തോന്നൂല കേട്ടോ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയാനായിട്ട്. ഇപ്പം നമ്മുടെ ചാനലൊക്കെ ഒന്ന് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമുക്ക് ലൈക്ക് ചെയ്യുക. അപ്പം ഇനി ഞാൻ വല്ലയിടത്തും പോയിരുന്ന് കഴിക്കട്ടെ. കഴിച്ച് പകുതിയായിട്ടാണ് കേട്ടോ ഞാൻ പറയണത്. വല്ലയിടത്തും പോയിരുന്ന് കഴിക്കട്ടെ.